ഞാൻ എടുത്ത ബെസ്റ്റ് ചോയ്സ് ആയിട്ട് സൈലത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ എന്താ റന ഇന്ന് നിന്റെ ദിവസമാണെന്ന് പറഞ്ഞത് ഭയങ്കര സിമ്പിളും മീഡിയവും ടഫും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ DPP ഒന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ ആ ചാപ്റ്റർ ഒരു കോൺഫിഡന്റ് ആകും. 2-3 തവണയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ സാറ് മുഖം വായിച്ചിട്ട് സാർ മനസ്സിലായില്ലല്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സാറിനെ ഇങ്ങോട്ട് പറഞ്ഞുതരും. ഹായ്, നമ്മുടെ നീറ്റ് ടോപ്പേഴ്സിൽ നിഹയും റന ഫബ്ലിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് നിഹ ആൻഡ് റന. ഷുവറല്ലേ? യെസ്. ആണോ? എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നേ? ഇപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് ആകെ ഒരു ടെൻഷനിലായിരുന്നു. ഇപ്രാവശ്യത്തെ എക്സാമിൽ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പം ഒരു സമാധാനം ഉണ്ട്. സന്തോഷം. അതെ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്കൂളിലേക്ക് എത്തി അല്ലേ? പ്രതീക്ഷിച്ചതിനേക്കാൾ എക്സാം എഴുതിയപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഇതിന്റെ മുന്നുള്ള പ്രതീക്ഷ എക്സാമിന് ശേഷമുള്ള പ്രതീക്ഷ വന്നപ്പം ഒക്കെ ഡിഫറെന്റ് ആണ്. എല്ലാം ഡിഫറെന്റ് ആണ്. അത് സ്വാഭാവികം. കാരണം നമ്മള് ഇതിനു മുമ്പ് വരെ വളരെ ഈസി ആയ പരീക്ഷയായിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് പെട്ടെന്ന് അങ്ങ് ടഫ് ആക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ആ ടെൻഷനെ ഒരുവിധം ഓവർകം ചെയ്ത് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. കാരണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. ഉറപ്പല്ലേ? എന്താണ് സൈലത്തെ കുറിച്ച് പറയാനുള്ളത്? സൈലത്തെ കുറിച്ച് ഞാൻ എടുത്ത ബെസ്റ്റ് ചോയ്സ് ആയിട്ട് സൈലത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്ര അതെ അതെ ഫാക്കൽറ്റീസിന് അതായിട്ടും പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് ആയിട്ട് കണ്ടന്റിലാണെങ്കിൽ ഫാക്കൽറ്റീസിന്റെ സപ്പോർട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം സൈലത്തിലുണ്ടായിരുന്നു. ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. സ്ട്രെസ് പഠനപരമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നൈറ്റിലൊക്കെ ടീച്ചേഴ്സിന്റെ നമ്പർ മെന്റേഴ്സിന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇടക്കിടക്ക് കുറെ ടീച്ചേഴ്സിനെ അങ്ങനെ വിളിക്കും. ഇങ്ങനെ ടെൻഷനൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പൊ ടെൻഷൻ അങ്ങനെ സ്ട്രെസ് കുറയ്ക്കും. അത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, കോൺഫിഡൻസ് കിട്ടും. അല്ല, പിന്നെ മെന്റേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മള് ഡൗൺ ആവുന്ന സമയത്തൊക്കെ. മോളുടെ വീട് കോഴിക്കോട് തൊട്ടടുത്തല്ലേ? അതെ അതെ അതെ. അപ്പൊ മോള് ഹോസ്റ്റലായിരുന്നോ? അതെ. അതെന്താ? അല്ല, വീട്ടില് ഞാൻ നല്ല ഡിസ്ട്രാക്റ്റഡ് ആയി പോയതുണ്ട് ഫോണിലൊക്കെ. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ എന്നതാണ്. സ്വയം തെരഞ്ഞെടുത്താ. എനിക്കൊന്ന് കോഴിക്കോട് ക്യാമ്പസിൽ നിന്ന് ഡെയിലി പോയി വരാവുന്ന ദൂരത്താണ് മോളുടെ വീട് അല്ലേ? 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കോഴിക്കോട് ക്യാമ്പസിൽ തന്നെ ആയിരുന്നല്ലേ? എന്താണ് സൈലത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താണ് സൈലത്തിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല കോൺസെപ്ച്വൽ ആയിട്ട് ബേസ് മുതൽ നല്ല രീതിയിലാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തത്. നല്ല കോൺസെപ്റ്റ്സിലായിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ആ ടോപ്പിക്കിനെ പറ്റി അറിയാത്തൊരു കുട്ടി ഇരുന്നാലും അവർക്ക് ബേസ് മുതൽ എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവിടുന്ന് തുടങ്ങി ബേസ് മുതലുള്ള ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് പിന്നെ ആ ടോപ്പിക്കിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് ചെന്നെത്തിക്കും. അങ്ങനെ നല്ല ഒരു അത് ഒന്നും അറിയാത്ത ഒരാൾക്ക് വന്നിരുന്നാല് ബേസ് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കുന്നുണ്ട്. ഡൗട്ടൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിട്ട്. ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഐ മീൻ ക്ലാസ്സിലെ ഡൗട്ട് ക്ലിയറൻസ് മാത്രമായിരുന്നു അതോ അതിനപ്പുറത്തെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നോ? ഹോസ്റ്റലിലേക്ക് വരാറുണ്ട്. ഫാക്കൽറ്റീസ് വൈകുന്നേരങ്ങളിൽ വരും. പിന്നെ ഹോളിഡേയ്സ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഓൺലൈൻ ഡേയിൽ വരും. അങ്ങനെ ഫാക്കൽറ്റീസ് വരും. വന്നാൽ അവര് ഞങ്ങളുടെ ഡൗട്ട് തീരുന്ന ഇടയ്ക്ക് ലേറ്റ് ആവും. പക്ഷെ എന്നാലും അവർ ഞങ്ങളെ തീർത്തിട്ടേ പോകാറുള്ളൂ. എത്ര തവണ വേണമെങ്കിലും. ചിലപ്പോൾ അങ്ങനെ ഇനി 2-3 തവണയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ സാറ് മുഖം വായിച്ചിട്ട് സാർ മനസ്സിലായില്ലല്ലോ ഒന്നും കൂടെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് സാറിനെ ഇങ്ങോട്ട് പറഞ്ഞുതരും. അപ്പൊ പിന്നെ ഒരു സുഖമാണ്. നിങ്ങളുടെ ഹോസ്റ്റല് രണ്ടുപേരും ഒരേ ഹോസ്റ്റലായിരുന്നോ? ആണോ? എങ്ങനെയായിരുന്നു വാർഡൻ, മെന്റേഴ്സ് ഇവരൊക്കെ? സപ്പോർട്ട് തന്നെ. ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കുക, അങ്ങനെ ഭയങ്കര സ്ട്രെസ് ഒന്നും തരൂല. നമ്മളതിനനുസരിച്ചിട്ട് പഠിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ അവരോട് വന്ന് പറഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തി തരും. സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം തോന്നാറുണ്ടോ ഹോസ്റ്റലിൽ നിന്ന്? ഇടയ്ക്കൊക്കെ തോന്നും. കുറെ ചില എക്സാം കഴിഞ്ഞ് മാർക്കൊക്കെ കുറഞ്ഞ് ഡൗൺ ആവുന്ന സമയത്ത് ഒന്ന് വീട്ടിൽ പോയി കള്ളന്നൊക്കെ തോന്നുമായിരുന്നു. ഒന്ന് പോയി വരും. ഇടയ്ക്ക് ഓൺലൈനിൽ അന്ന് രാവിലെ പോയിട്ട് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് അങ്ങനെ തിരിച്ചു വരും. നമ്മളിപ്പോ ഈ മാർക്ക് നേരത്തെ നിഹ പറഞ്ഞ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ പോകണം എന്നൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചൊരു മാർക്കില്ല എന്ന് കാണുമ്പോൾ അത് ഒരു തവണയല്ല പലതവണ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോഴൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസോ അല്ലെങ്കിൽ മെന്റേഴ്സോ വാർഡനോ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ലാസ്റ്റിലേക്ക് ആ മോക്ക് ടെസ്റ്റ് നടത്തിയില്ലേ ഏപ്രിലില്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റിലേക്ക് ഒരു നമ്മളിപ്പോ 650 അബവ് ആണല്ലോ ഒരു സേഫ് സോൺ ആയിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പൊ അതിന്റെ താഴോട്ട് ഇങ്ങനെ അടുപ്പിച്ച് ലാസ്റ്റ് ഏപ്രിലൊക്കെ അതിന്റെ താഴോട്ട് ഇങ്ങനെ മാർക്ക് അടുപ്പിച്ചൊക്കെ വരുമ്പം ഭയങ്കര സങ്കടം. ഇപ്പം ലാസ്റ്റ് എത്തിയില്ലേ, ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ലല്ലോ. അപ്പം ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന സമയത്തേക്ക് ഏതെങ്കിലും ഫാക്കൽറ്റീസിനെ വിളിക്കും. അപ്പം ഞാൻ കോൾ ചെയ്തിട്ട് മിസ്സിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട്
അപ്പം മിസ് എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി പറഞ്ഞുതരും, പറ്റും, നിന്നെക്കൊണ്ട് പറ്റും, ഇപ്പം എന്തായാലും പഠിക്കുന്ന ആളല്ലേ, അങ്ങനെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് തരും. തൊട്ടടുത്ത ദിവസം മാർക്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ നല്ല ഡൗൺ ആവും അപ്പം ഫാക്കൽറ്റീസ്. അതുകൊണ്ട് തന്നെ ഞാൻ നീറ്റിന് പോകുന്നതിന് മുന്നേ ഒരുവിധം കുറെ ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ടാ പോയത്, എന്നാൽ ആ ഒരു മോട്ടിവേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓ എല്ലാം അന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ റന ഇന്ന് നിന്റെ ദിവസമാണെന്ന് പറഞ്ഞത് ഭയങ്കര മോട്ടിവേഷൻ. എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോണ്ടേയിരിക്കും അല്ലെ. ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ കയറി വന്നിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം, നമ്മുടെ എനിക്ക് തോന്നുന്നു സൈലത്തിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടാവും? അത് നല്ല ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നേരിട്ടൊരു ക്ലാസ്സിലിരിക്കുമ്പം ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുന്നത്. അപ്പം ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഡൗട്ട് ചോദിക്കാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണത്. അതായത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകുമ്പം നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഭാഗമാണെന്ന് മനസ്സിലാവും, മറ്റെല്ലാ ഭാഗവും ഒരുപോലെ തോന്നുമല്ലോ. ആ ഓൺലൈനിൽ നമ്മൾ പഠിച്ചിട്ട് രാവിലെ എക്സാമും കൂടെ എഴുതുന്നതോടുകൂടെ അപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇന്നലെ പഠിച്ച ശരിയായില്ല, അപ്പോൾ ആ ഭാഗം ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ തെറ്റ് ക്വസ്റ്റ്യൻ അപ്പം തന്നെ സാറോട് ഒന്ന് ചോദിച്ചിട്ട് അപ്പോൾ സാർ അതിനനുസരിച്ച് ക്ലാസ് ഒന്നും കൂടെ ഒന്ന് എടുത്തു തരും. അങ്ങനെ ആ ഒരു രീതിക്ക്. ഓക്കെ, ഇപ്പോൾ പരീക്ഷയെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ കഴിഞ്ഞൊരു വർഷം? ഇല്ല, ലാസ്റ്റ് ഫെബ്രുവരി മുതൽ ഒരു 60ഓളം എഴുതിയിട്ട് തോന്നുന്നുണ്ട്. ഫെബ്രുവരി മുതൽ അങ്ങോട്ട് നിങ്ങൾ ഒരു 60ഓളം എക്സാം ഡെയിലി പുറമെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എക്സാമുകൾ എഴുതാറുണ്ട്? അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മള് ജനുവരി മുതലുള്ളത് മോക്ക് ടെസ്റ്റ് 1, 2, 3 അങ്ങനെ ഉള്ളതുകൊണ്ട് എണ്ണ അറിയാം, അല്ലാത്തൊന്നും. ഓക്കെ, അതിന് പുറമെ നമുക്ക് ഡെയിലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ട്, പ്ലസ് GAB വരെ ഉണ്ട് അല്ലെ. GAB കുറിച്ച് എനിക്ക് നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം GAB അല്ലെ. അതെ, നമ്മള് ഫസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റർ പഠിച്ച് അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു GAB വരുമ്പോൾ മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാനുള്ളൊരു സമയമാണ് അത് ശരിക്കും. അത് എനിക്ക് തോന്നുന്നു പക്ക നീറ്റ് മോഡലിൽ നടത്തുന്ന എക്സാം ആണ് GAB അല്ലെ. അതേ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയി നമ്മൾ എഴുതുന്നു. നമ്മള് പല സ്കൂളുകളിലൊക്കെ പോയിട്ട് സെന്റർ ഒക്കെ ഉണ്ടാവാറ്, അപ്പം അതേ ഒരു എന്ന് സൈലത്തിൽ തന്നെ ഇരുന്ന് എഴുതുമ്പം നമ്മളെന്തായാലും പുറത്തൊരു സ്കൂളിലാണല്ലോ പോവുക, അപ്പൊ അങ്ങനെ കൊണ്ടുപോയി എഴുതുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്, അങ്ങനെയല്ല സിമ്പിൾ ഉണ്ടാവും, ടഫ് ഉണ്ടാവും, ഒരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നമ്മുടെ റിവിഷനോ LMRP, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ അവരിങ്ങനെ LMRPക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു എന്നോട് പറഞ്ഞു അല്ലെ. എന്താണ് LMRP കുറിച്ച് പറയാനുള്ളത്? കുറെ സമയം എടുത്തിട്ടാണല്ലോ ചാപ്റ്റർ ഒക്കെ തീർക്കുക, പിന്നെ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആക്കാനുള്ള ഒരു ടൈമാണ് ശരിക്കും LMRP. നമ്മൾ ഈ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസിനെ ഞാനിപ്പോൾ LMRPൻ്റെ സമയത്ത് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ DPP തന്നെ ഒന്നും കൂടി ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക ചെയ്തിരുന്നത്. അപ്പം ആ പഠിച്ച കോൺസെപ്റ്റ് ഒക്കെ നല്ലോണം സെറ്റാകും. അപ്പം DPPയിൽ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട് ശരിക്കും, നമ്മളെ സിമ്പിളും മീഡിയവും ടഫും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ DPP ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ ആ ചാപ്റ്റർ ഒരു കോൺഫിഡൻ്റ് ആകും. അപ്പോൾ LMRPൻ്റെ സമയത്ത് ഞാൻ അതാ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് വേറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തത്. ഞാനങ്ങനെ തന്നെയായിരുന്നു. അതായത് DPPയും പിന്നെ ക്ലാസ്സിൽ ജയിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഇതുവരെ ഇപ്പം നടന്ന GABത്തെ എക്സാം, മോർണിംഗ് എക്സാം, അങ്ങനെ അതായത് ഇതുവരെ ഇപ്പം സൈലത്തിൽ എന്ത് പഠിപ്പിച്ചോ അതെല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ 3 മാസം എടുത്തിട്ട്. നമ്മുടെ പരീക്ഷകളിലെ ഈ പരീക്ഷാ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസിന്റെ ഒരു നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് മോക്ക് എക്സാം ഒക്കെ നടന്ന സമയത്ത് നമുക്ക് എഴുതുമ്പോൾ തന്നെ ഒരു നീറ്റ് എക്സാം എഴുതുന്ന ഒരു ഇതിനേക്കാൾ കുറവ് സിമ്പിൾ ആയിരിക്കും നീറ്റ് എന്നുള്ളൊരു ഫീലിലാണ് ആ എക്സാം എഴുതിയത്. കാരണം അത്ര നല്ല, പ്രത്യേകിച്ച് ബയോളജി ഒക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ നീറ്റ് വന്ന സമയത്ത് ബയോളജി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ വന്നപ്പം ആ മോക്ക് എഴുതി ശീലിച്ചത് കൊണ്ട് നല്ല ഈസി ആയിട്ട് തോന്നി ബയോളജി നീറ്റിന്. നമ്മൾ ടെക്സ്റ്റിൽ വിട്ടുപോയിട്ടുള്ള നമ്മൾ ചിലതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് അല്ലാന്ന് കൊടുക്കുന്ന ടോപ്പിക് ഉണ്ടാവില്ലേ, അത് പിന്നെ ഇൻട്രോ പേജ്, സയന്റിസ്റ്റിന്റെ അതൊക്കെ ടീച്ചേഴ്സ് എടുത്ത് ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ട് അതൊക്കെ വായിക്കാൻ പറ്റും. ഇപ്രാവശ്യം നീറ്റിന് അപ്പം അതൊക്കെ വായിച്ചു പോയതുകൊണ്ട് അത് മോക്കിന് മിസ്മാർ ഇട്ടതുകൊണ്ട് അപ്പൊ നമ്മൾ പഠിക്കും, അടുത്ത പ്രാവശ്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പഠിക്കും. അങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് നീറ്റിന് ഉപകാരമായി. എനിക്ക് ആക്ച്വലി നമ്മൾ LMRP എന്ന് പറയുമ്പോൾ NCERTയിലെ എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും എല്ലാ സെന്റൻസുകളെയും ക്വസ്റ്റ്യൻസ് ആയി ഫ്രെയിം ചെയ്തിട്ടാണ് LMRPയുടെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് നീറ്റിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും മിക്കവാറും അല്ലെ. ഇനി ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങളെ കണ്ട് നിങ്ങളെ മോട്ടിവേഷൻ ആക്കി നിങ്ങളിൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇനി ഭാവിയിൽ ഡോക്ടേഴ്സ് ആകാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പോകുന്നുണ്ട് സൈലത്തിലേക്ക്. അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ ആകണം എന്നുള്ള ഒരു പാഷനോടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് തന്നെ പോകണം. അങ്ങനെ നിങ്ങൾക്ക് ആ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാർക്കൊക്കെ കുറഞ്ഞ് ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
മറ്റ് നമ്മൾ വെറുതെ ആർക്കോ വേണ്ടി വരുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പാഷനോടെ വരുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ അത് നല്ലതാണ്. പിന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ സൈലത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഫാക്കൽറ്റീസും മെറ്റീരിയലും എല്ലാം ബെസ്റ്റാണ് ഉള്ളത്. അപ്പം നന്നായി പഠിക്കാൻ തീരുമാനിച്ച് വന്നവർക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നീറ്റ്. കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടെ ഒരു വർഷം മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പാഷനേറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.